നമസ്കാരം. ട്രംപ് കാണിച്ചു കൂട്ടുന്നതൊക്കെ കിറുക്ക് എന്നെഴുതി തള്ളാൻ വരട്ടെ. ചിലതൊക്കെ കുറുക്കന്റെ കൂർമ്മ ബുദ്ധിയും കൂടിയാണ്. ഇന്ത്യയോട് ട്രംപിന് മമതയൊന്നുമില്ല എന്ന കാര്യം വാസ്തവമാണ്. പിന്നെ എന്താണ് ട്രംപിനെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുന്ന വികാരം എന്നതാണ് ചോദ്യം. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മോദിക്ക് ലോകരാഷ്ട്രങ്ങളിലുള്ള പേരാണ്. പഴയ പോലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിക്കോലങ്ങളുടെയും നാട് എന്നല്ല ഇന്ത്യയെ ലോകം നോക്കിക്കാണുന്നത്. അതീവ തന്ത്രപ്രധാനമായ പല വിഷയങ്ങളിലും മോദിയുടെ വാക്കുകൾക്ക് ചെവിയോർക്കുകയാണ് ലോകം മുഴുവൻ. ഇന്ത്യയുടെ വാക്കുകൾക്ക് എങ്ങനെ ഇത്രയും പ്രാധാന്യമുണ്ടായി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മോദി. ട്രംപോ മറ്റേതെങ്കിലും ഒരു ലോകശക്തിയോ ഒന്ന് കണ്ണുരുട്ടിയാൽ കടുക് തുരന്നു വേണമെങ്കിലും ഒളിക്കുന്ന കോൺഗ്രസിന്റെ നട്ടെല്ല് പണയം വെച്ച നേതാവല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ബുദ്ധിമാന്റെ നാവ് തലച്ചോറിലാണ് എന്ന് തിരിച്ചറിഞ്ഞ നേതാവാണ് മോദി. അനാവശ്യമായ വീരവാദങ്ങളോ സംസാരമോ വെല്ലുവിളിയോ ഒന്നുമില്ല. മോദി പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നതാണ് പ്രമാണം. ഇന്ത്യയുടെ ശക്തി ഇന്ത്യൻ ജനതയും ഒത്തൊരുമയുമാണ് എന്ന് തിരിച്ചറിഞ്ഞ അതിനെ ഏതൊരു ശത്രുവിനുമെതിരെയുള്ള ആയുധമാക്കി മാറ്റിയ നേതാവാണ്. ഏത് ഭീരവും പിന്നിൽ 1000 പേർ നിരന്നു നിന്നാൽ ധീരനായി മാറും. അപ്പോഴാണ് ഇന്ത്യയെ പോലെ മികച്ച സൈനിക ശക്തിയുള്ള, ആയുധ ബലമുള്ള, ബുദ്ധിയുള്ള മനുഷ്യരുള്ള നാട്ടിൽ ഒത്തൊരുമയാണ് ബലമെന്ന് മോദി തിരിച്ചറിയുന്നത്. ഒടുവിൽ റഷ്യയെ കൂടെ നിർത്തി ഇനി ഇന്ത്യയെ തറപ്പറ്റിക്കാമോ എന്നാണ് ട്രംപിന്റെ പുതിയ ആലോചന. കഴിഞ്ഞ ദിവസമാണ് മോദി തന്നെ വിളിച്ച് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു എന്ന് ട്രംപ് ചന്ദ്രഹാസം മുഴക്കുന്നത്. എന്ത് ഉളുപ്പില്ലായ്മയാണ് പറയുന്നത് എന്നത് മറ്റൊരു കാര്യം. എന്നാൽ അതിന് നല്ല അസൽ മറുപടി ഇന്ത്യ കൊടുത്തതോടെ ട്രംപിന്റെ വായടഞ്ഞു. മാത്രമല്ല, ഇന്ത്യയെ കടന്നാക്രമിച്ച ട്രംപിനോട് വിരൽ ചൂണ്ടിയത് ഇന്ത്യ മാത്രമല്ല, മറിച്ച് റഷ്യ കൂടിയാണ്. അതോടെ ഇന്ത്യയെ പറഞ്ഞ വാക്കിൽ നിന്നോ നിലപാടിൽ നിന്നോ മാറ്റുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന കാര്യം ട്രംപ് ഒന്നുകൂടി ഉറപ്പിച്ചു. അടുത്ത പടി ഇനി പുടിനെ പാട്ടിലാക്കലാണ്. പുടിൻ തന്നെ സ്വമേധയാ പിന്മാറിയാൽ പിന്നെ ഇന്ത്യ എന്ത് ചെയ്യും എന്നതാണ് ട്രംപിന്റെ പുതിയ ഐഡിയ. അതുകൊണ്ട് തന്നെ പുടിനെ കാണാൻ സമയം കുറിച്ചിരിക്കുകയാണ് ഒടുവിൽ ട്രംപ്. അതിനു മുന്നോടിയായി ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി വൈറ്റ് ഹൗസിൽ വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായാണ് ഇരു നേതാക്കളും ഫോണിൽ ആദ്യപടി എന്ന നിലയിൽ സംസാരിച്ചത്. പുടിനുമായുള്ള ചർച്ചകളിൽ കാര്യമായ മുന്നേറ്റമുണ്ടായതായി ട്രംപ് പറഞ്ഞു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ താനും പുടിനും വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഇതിന്റെ തീയതി തീരുമാനിച്ചിട്ടില്ല. നേരത്തെ വിഷയത്തിൽ ഇരു നേതാക്കളും ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ ചർച്ച നടത്തിയിരുന്നു. ഗാസയിൽ സമാധാന കരാർ കൊണ്ടുവന്നതിൽ പുടിൻ തന്നെ അഭിനന്ദിച്ചതായി ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സമാധാനം യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞു. US-ൽ നിന്ന് കൂടുതൽ സൈനിക സഹായം തേടിയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തുന്നത്. US നിർമ്മിത ടോമാഹോക്ക് മിസൈലുകൾക്കായി സെലൻസ്കി ട്രംപിനോട് ആവശ്യപ്പെടും. ടോമാഹോക്ക് മിസൈലുകൾ യുക്രൈന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുടിൻ ട്രംപുമായി സംസാരിച്ചതായി പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂരി ഉഷക്കോവ് പറഞ്ഞു. മിസൈൽ നൽകിയാൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലെ ബന്ധത്തിന് വലിയ തകരാർ സംഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടിക്കാഴ്ചയുടെ രഹസ്യ അജണ്ടയിൽ മോദിക്ക് വാരിക്കുഴി തീർത്തു വെക്കുന്നതും ട്രംപിന്റെ ആലോചനയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മോദിക്കിട്ട് പണിഞ്ഞുകൊണ്ട് പുടിനെ പാട്ടിലാക്കി വീണ്ടും വീരവാദം പറഞ്ഞും മേനി പറഞ്ഞും നടക്കാനുള്ള ട്രംപിന്റെ മോഹം പക്ഷേ വിലപ്പോവില്ല എന്നതാണ് സത്യം. ഇനി ട്രംപിന്റെ പഞ്ചാരയിൽ പുടിന് അടി തെറ്റിയാലും ഇന്ത്യയെ വീഴ്ത്താൻ ട്രംപ് വളർന്നിട്ടില്ല. കാരണം ഇന്ത്യയെ നയിക്കുന്നത് മോദിയാണ്. ഉറച്ച നിലപാടുള്ള, കരുത്തുള്ള ചുവടുകളുള്ള മോദി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച